ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഇമ്മോബിൾ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. സോ അറ്റസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 എന്താണ് ഡീൽ ചെയ്യുന്നത്? ലിവിങ് പേഴ്സൺസ് തമ്മിൽ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വരുന്നത്. മെയിനായിട്ടും ഈ ഒരു ആക്ടിൽ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ നടത്താം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സെയിൽ വഴി ട്രാൻസ്ഫർ നടത്താം, മോർഗേജ് വഴി നടത്താം, അതുപോലെ തന്നെ ലീസ് വഴി, അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, ഗിഫ്റ്റ്, ഇങ്ങനെ പല രീതിയിൽ പല മെത്തേഡ്സിൽ നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ചില ട്രാൻസ്ഫറുകൾ ഒരു രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ് വഴി വേണം നടത്താനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ രജിസ്ട്രേഷൻ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഒരു 100 rupees അല്ലെങ്കിൽ അതിന് മേൽ വാല്യൂ വരുന്ന ഇമ്മോബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻ്റ് വഴി വേണം ഇപ്പോൾ സെയിലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. ഇപ്പം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ഒരു ഡോക്യുമെൻ്റ് വഴി ഒഫീഷ്യലി അതിനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഒരു ഡോക്യുമെൻ്റ് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് ഏത് ആക്ടിൻ്റെ അണ്ടറിലായിരിക്കും, അതായത് ഏത് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരമായിരിക്കും രജിസ്ട്രേഷൻ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ഒരു ആക്ട് ഉണ്ട്. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. അപ്പം ഒരു രജിസ്ട്രേഷൻ, ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫറിൻ്റെ ടേംസ് ഒരു സ്റ്റാമ്പ്ഡ് പേപ്പറിൽ, അതായത് സ്റ്റാമ്പ്ഡ് പേപ്പർ എന്ന് പറയുമ്പം അതിനൊരു പ്രിസ്ക്രൈബ്ഡ് വാല്യൂ കാണും. അതായത് നമ്മൾ ഇത്ര രൂപയുടെ മുദ്രപത്രം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 50 രൂപയുടെ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്, അങ്ങനെ പല വാല്യൂ വരുന്ന സ്റ്റാമ്പ്ഡ് പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റാമ്പ്ഡ് പേപ്പറിൽ ഈ എഴുതിയിട്ട്, അതായത് റിട്ടൺ ആയിട്ട് ഈ ഒരു ടേംസ് ഓഫ് ട്രാൻസ്ഫർ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിപ്പോൾ ടൈപ്പ് ചെയ്യാം, അതായത് നമുക്ക് എക്സ്പ്രസ് ആയിട്ടത് കാണാൻ പറ്റണം. ആ ഒരു സ്റ്റാമ്പ്ഡ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ത്? ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ടേംസ്. അതാണ് ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറയുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ എക്സിക്യൂട്ടൻ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഇപ്പോൾ സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ലർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോർഗേജ് ആണ് നടത്തുന്നതെങ്കിൽ മോർഗേജർ, ഇവരാരെങ്കിലും അയാളുടെ സിഗ്നേച്ചർ അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് 2 അറ്റസ്റ്റിംഗ് വിറ്റ്നസ്സസ് കാണണം. എന്തിന്? ഈ ഒരു എക്സിക്യൂഷൻ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, വിറ്റ്നസ്സുകളായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ ഡ്യൂലി എക്സിക്യൂട്ട് ചെയ്ത ഡോക്യുമെൻ്റ്, അപ്പോൾ ഡ്യൂലി എക്സിക്യൂട്ടഡ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ആ എക്സിക്യൂട്ടൻ്റ് പ്രോപ്പർലി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് അറ്റസ്റ്റ് ചെയ്യാൻ വിറ്റ്നസ്സുകളുണ്ടായിരിക്കണം, പ്രിസ്ക്രൈബ്ഡ് വാല്യൂ ഉള്ള സ്റ്റാമ്പ്ഡ് പേപ്പറിലായിരിക്കണം അത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തത് ഡ്യൂലി എക്സിക്യൂട്ട് ചെയ്തു, അറ്റസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? സബ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഈ സാധനം പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ സബ് രജിസ്ട്രാർ ഈ ഒരു എക്സിക്യൂട്ടൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം തമ്പ് ഇംപ്രഷൻ, എക്സിക്യൂട്ടറിൻ്റെ തമ്പ് ഇംപ്രഷൻ വാങ്ങും അതിൻ്റെ അകത്ത് ആ ഒരു രജിസ്റ്ററിൽ, അതായത് ഈ ഒരു ഡീഡ് ഓഫ് രജിസ്ട്രേഷൻ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. എന്നിട്ട് രജിസ്ട്രേഷൻ ഫീസ് ലോയിൽ തന്നെ ഒരു നമുക്ക് നിയമപ്രകാരം തന്നെ ഒരു രജിസ്ട്രേഷൻ ഫീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതും പേ ചെയ്യണം. അതിനുശേഷം ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് ഈ ഒരു രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്ററിൽ ഇത് റെക്കോർഡ് ചെയ്യും. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വാലിഡ്ലി അറ്റസ്റ്റ് ബൈ ദ വിറ്റ്നസ്സുകൾ വാലിഡ്ലി ഇത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരു 2-3 തവണ പറഞ്ഞ ടേമാണ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് അറ്റസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റസ്റ്റഡ്, അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 3 അപ്പോൾ സെക്ഷൻ 3 ആണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് വരുന്നത്. ഇതിൽ അറ്റസ്റ്റഡ് എന്ന് പറയുന്ന ടേമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ബെയർ ആക്ടിൻ്റെ അകത്ത് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? So attested in relation to an instrument means and shall be deemed always to have meant attested by 2 or more witnesses, each of whom has seen the executant sign
or affix his mark to the instrument, or has seen some other person sign the instrument in the presence and by the direction of the executant, or has received from the executant a personal acknowledgement of his signature or mark, or of the signature of such other person, and each of whom has signed the instrument in the presence of the executant. But it shall not be necessary that more than one of such witnesses shall have been present at the same time, and no particular form of attestation shall be necessary. ഇത്രയും വലിയൊരു ഡെഫിനേഷനാണ്. ഇത് നമ്മൾ എപ്പോഴും ഇതുപോലെ വലിയ വലിയ ഡെഫിനേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്താണ് ഇത് വായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ അറ്റസ്റ്റഡ് ഇൻ റിലേഷൻ ടു ആൻ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറ്റസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് പേര്. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മെൻറ്റ് അറ്റസ്റ്റഡ് ബൈ 2 or more witnesses, each of whom has seen the executant sign or affix his mark to the instrument. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിറ്റ്നസ്സുകൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അഫിക്സ് ഹിസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പ് ഇംപ്രഷനോ എല്ലാം ചെയ്യുന്നത്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്യുന്നതോ തമ്പ് ഇംപ്രഷൻ ചെയ്യുന്നതോ ഈ വിറ്റ്നസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ടൻ്റ് തന്നെ ആവണം എന്നില്ല. എക്സിക്യൂട്ടൻ്റെ ഡയറക്ഷനിൽ വേറൊരാൾക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടൻ്റെ പ്രസൻസിൽ വേറൊരാൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ഒരു വേറൊരാൾ സൈൻ ചെയ്യുന്നതും ഈ പറയുന്ന വിറ്റ്നസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഇനി അതൊന്നുമല്ല, ഇപ്പം എക്സിക്യൂട്ടൻ്റ് ഒരു പേഴ്സണൽ അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണ്, ഇയാളുടെ സിഗ്നേച്ചറും മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണലായിട്ടൊരു അക്നോളജ്മെൻറ്റ് ഡയറക്റ്റായിട്ട് വിറ്റ്നസ്സുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വിറ്റ്നസ്സുകൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? അറ്റസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എന്നിട്ട് ഈ എക്സിക്യൂട്ടൻ്റെ പ്രസൻസിൽ ഈ പറയുന്ന വിറ്റ്നസ്സുകൾ ഇത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അവിടെ ഈ അതിനകത്ത് മോർ ദാൻ വൺ ഓഫ് സച്ച് വിറ്റ്നസ് സെയിം ടൈമിൽ അവിടെ പ്രസൻ്റ് ആകണം എന്നുള്ളത് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് അറ്റസ്റ്റേഷനും നിർബന്ധമല്ല. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ നെസസറി അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 2 കൂടുതൽ വിറ്റ്നസ് ഉണ്ടായിരിക്കണം, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിറ്റ്നസ്സുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നത് അവർ കണ്ടിരിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് അവർ അറ്റസ്റ്റഡ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് വായിക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഒരു വാലിഡ് അറ്റസ്റ്റേഷൻ്റെ നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് സെക്ഷൻ 3 പറയുന്നുണ്ട്. 3 ആണ് നമ്മളിപ്പോൾ വായിച്ചതും നമ്മളതിനെപ്പറ്റി ഡിഫൈൻ ചെയ്ത് പറഞ്ഞതും. ഇനി നമുക്ക് അതിൽ നിന്നും പോയിൻറ്റ്സ് മാത്രം നോക്കാം. അതായത് വാലിഡ് അറ്റസ്റ്റേഷൻ്റെ നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്താണ്? 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വേണം എന്ത് ചെയ്യാൻ? അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട്. ഒരാൾ മാത്രം, ഒരു വിറ്റ്നസ് മാത്രം ചെയ്യുന്ന അറ്റസ്റ്റേഷൻ വാലിഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. 2, ഈ ഒരു വിറ്റ്നസ് പറയുന്നത് മേജർ ആൻഡ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതായത് ആരെങ്കിലും അവിടെ വിറ്റ്നസ്സായിട്ട് പിടിച്ചിരുത്തിയിട്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. മേജറായിട്ടുള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ സൗണ്ട് മൈൻഡും ആയിരിക്കണം. അയാൾ മെൻ്റലി ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കണം. ഒരു രീതിയിലും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മനസ്സിലാക്കാനായിട്ട് കേപ്പബിളായിട്ടുള്ള ആളായിരിക്കണം. അതാണ് സൗണ്ട് മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗണ്ട് മൈൻഡുള്ള ആളായിരിക്കുക. ദെൻ 3ാമത്തെ കാര്യമാണ്, ഓരോ അറ്റസ്റ്റിംഗ് വിറ്റ്നസ്സുകളും മസ്റ്റ് എയ്തർ സീ ദ എക്സിക്യൂട്ടൻ്റ് സൈനിങ് ദ ഡോക്യുമെൻ്റ് ഓർ ഫിക്സിങ് ഹിസ് മാർക്ക്. അതായത് ഓരോ വിറ്റ്നസ്സുകളെ എന്ത് കണ്ടിരിക്കണം? ആ ഒരു എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അയാൾ തമ്പ് ഇംപ്രഷൻ വല്ലതും ചെയ്യുന്നതോ കണ്ടിരിക്കണം. ഇനി ആ ഒരു വിറ്റ്നസ് എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഡയറക്റ്റ് കണ്ടില്ലെങ്കിൽ പോലും എക്സിക്യൂട്ടറിൻ്റെ അടുത്ത് നിന്ന് അയാളുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു? ആ വിറ്റ്നസ്സുകൾക്ക് അത് അറ്റസ്റ്റ് ചെയ്യാം. ദെൻ 4ാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ പറയുന്ന അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഇൻസ്ട്രുമെൻ്റ്, ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നത് ആരുടെ പ്രസൻസിലായിരിക്കണം? എക്സിക്യൂട്ടൻ്റിൻ്റെ പ്രസൻസിലായിരിക്കണം. ദെൻ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പാർട്ടി ആകാനും പാടില്ല. അതായത് ഇപ്പോൾ ആ ഒരു സെയിൽ നടക്കുകയാണ്, അപ്പോൾ സെയിലിൻ്റെ അകത്തുള്ള ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വിറ്റ്നസ്സായിട്ട് അറ്റസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇതിൽ പാർട്ടി അല്ലാത്ത ഒരാളായിരിക്കണം അറ്റസ്റ്റിംഗ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പം
ഒരു ഡോക്യുമെൻ്റ് വാലിഡ്ലി അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം അറ്റസ്റ്റ് ചെയ്യുമ്പോൾ അത് വാലിഡ് ആയിരിക്കണം. ഇനി വാലിഡ്ലി അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഇൻഎഫക്റ്റീവായിട്ട് പോകും. ആ ഒരു ഡോക്യുമെൻറ്റിന് നമുക്ക് നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് ഒരു വാലിഡ് അറ്റസ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ അറ്റസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയറും നമ്മൾ പറഞ്ഞു. എന്താണ്, ആദ്യം അത് ഒരു ഡോക്യുമെൻ്റ് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്നതിനാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 പ്രൊവിഷൻസ് പ്രകാരമാണ് നടക്കുന്നതെന്നും പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ടേംസ് ഓഫ് ട്രാൻസ്ഫർ ഒരു പ്രിസ്ക്രൈബ്ഡ് വാല്യൂ ഉള്ള സ്റ്റാമ്പ്ഡ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ എക്സിക്യൂട്ടൻ്റ്, അതായത് സെയിലാണെങ്കിൽ സെല്ലർ, മോർഗേജ് ആണെങ്കിൽ മോർഗേജർ, ഇവർ സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കണം. അത് അറ്റസ്റ്റ് ചെയ്യണം? 2 വിറ്റ്നസ്സുകൾ അറ്റസ്റ്റ് ചെയ്യണം. മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അവരായിരിക്കും ഈ എക്സിക്യൂഷൻ അറ്റസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഡ്യൂലി എക്സിക്യൂട്ട് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഒരു സബ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. സബ് രജിസ്ട്രാർ ഈ എക്സിക്യൂട്ടൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തമ്പ്രശ്നം എല്ലാം നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും? ഇത് ഡീഡ് അഡ്മിറ്റ് ചെയ്യും. അത് രജിസ്ട്രേഷനായി എന്നുള്ള രീതിയിലേക്കാകും. എന്നിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസും പേ ചെയ്യണം. അതിനുശേഷം ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് വെക്കും. അങ്ങനെ ഇത് ഡോക്യുമെൻ്റ് വാലിഡ്ലി അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലേ അത് പ്രോപ്പർ അതിനൊരു വാലിഡിറ്റി വരത്തുള്ളൂ. ഡോക്യുമെൻ്റ് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർലി വാലിഡ്ലി അറ്റസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് വാലിഡ് അറ്റസ്റ്റേഷൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് സെക്ഷൻ 3 പറയുന്നത്. മിനിമം 2 വിറ്റ്നസ്സുകൾ ഉണ്ടായിരിക്കണം. ആ വിറ്റ്നസ്സുകൾ കാണണം. ഈ എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നതോ തമ്പ് ഇംപ്രഷൻ മേക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടൻ്റ് ഒരു പേഴ്സണൽ അക്നോളജ്മെൻറ്റ് കൊടുത്താലും മതി. ദെൻ പിന്നെന്താ കാര്യം പറഞ്ഞേ, ഒരു വിറ്റ്നസ് ആണെങ്കിൽ പോലും അതെന്താവത്തില്ല. ഒരു വിറ്റ്നസ് മാത്രമാണ് അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ അറ്റസ്റ്റേഷൻ വാലിഡ് അല്ല. പിന്നെ ഈ അറ്റസ്റ്റ് ചെയ്യുന്ന വിറ്റ്നസ്സുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്രാൻസാക്ഷനിൽ പാർട്ടി ആകാനും പാടില്ല. പിന്നെന്താണ്, അറ്റസ്റ്റിംഗ് വിറ്റ്നസ്സുകൾ സൈൻ ചെയ്യേണ്ടത് ആരുടെ പ്രസൻസിലായിരിക്കണം? ആ ഒരു എക്സിക്യൂട്ടൻറ്റിൻ്റെ പ്രസൻസിലായിരിക്കണം. ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ മാർസി സെലിൻ ഡിസോസ വേഴ്സസ് റെനെ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ഇതിൻ്റെ അകത്ത് കോടതി ഈ ഒരു വാലിഡ് അറ്റസ്റ്റേഷൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിറ്റ്നസ്സസ് ഉണ്ടായിരിക്കണം. അവർ എക്സിക്യൂട്ടൻ്റ് സൈൻ ചെയ്യുന്നത് കാണണം. അല്ലെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടൻ്റെ അടുത്ത് നിന്ന് അയാളുടെ സിഗ്നേച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്താലും മതി. ദെൻ രണ്ടാമത്തെ കാര്യം, ഈ അറ്റസ്റ്റിംഗ് വിറ്റ്നസ്സുകൾ ഇനി എപ്പോഴാണ് സൈൻ ചെയ്യേണ്ടത്? ആരുടെ പ്രസൻസിലാണ്? എക്സിക്യൂട്ടൻ്റിൻ്റെ പ്രസൻസിലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഒരാൾ ഒരു ഡോക്യുമെൻറ്റിൽ ഒരു സിഗ്നേച്ചർ ഇട്ടു, അത് മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് അയാളിപ്പോൾ സ്ക്രൈബാണെന്നോ, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിങ് ഓഫീസറാണെന്നോ, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ ആണ് എന്നുള്ള രീതിയിൽ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു അറ്റസ്റ്റിംഗ് വിറ്റ്നസ് അല്ല. ഒരു സ്ക്രൈബായിട്ടൊക്കെയാണ് സർട്ടിഫൈ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ചെയ്യുന്ന ആളെ നമുക്ക് ഒരിക്കലും ഒരു അറ്റസ്റ്റിംഗ് വിറ്റ്നസ് എന്ന് കണക്കാക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മാർസി സെലിൻ ഡിസോസ വേഴ്സസ് റെനെ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കേസിൻ്റെ അകത്താണ്. ഇനി ഇംഗ്ലണ്ടിൽ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ആക്ച്വലി സീ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് അയാൾ ഡയറക്റ്റായിട്ട് കണ്ടിരിക്കണം ഈ എക്സിക്യൂട്ടൻ്റ് അത് സൈൻ ചെയ്യുന്നത്. ഈ ബോത്ത് വിറ്റ്നസ്സസും, അതായത് ഇപ്പോൾ 2 വിറ്റ്നസ്സാണ് മിനിമം വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, ഒരു പേഴ്സണൽ അക്നോളജ്മെൻറ്റ് ഉണ്ടെങ്കിലും എക്സിക്യൂഷൻ അവിടെ നടക്കും. അവിടെ അയാളെ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും പേഴ്സണൽ അക്നോളജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അറ്റസ്റ്റേഷൻ നടക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൽ എന്താണ്, കണ്ടാൽ മാത്രമേ ആ ഒരു എക്സിക്യൂട്ടൻ്റ് ഇൻസ്ട്രുമെൻറ്റ് സൈൻ ചെയ്യുന്നത് കണ്ടാൽ മാത്രമേ അവിടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ, ആ പ്രോപ്പർ അറ്റസ്റ്റേഷൻ അവിടെ ആകത്തുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതാണ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഡോക്യുമെൻറ്റ് വാലിഡ്ലി അറ്റസ്റ്റ് ചെയ്യുന്നതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്നുള്ള കാര്യവും പറഞ്ഞു. സോ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.